ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ അച്ഛനൊന്ന് വിളിക്ക്. ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്നെന്ന് പറ. അതിനിപ്പോ എവിടെ പോയിന്ന് വെച്ചിട്ടാ വിളിക്കുക? അമ്മ എന്ന് വിളിക്ക്. എന്താ കാര്യമെന്ന് അറിയണല്ലോ. എന്തായാലും കണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇപ്പോഴൊന്ന് ശ്വാസം വിടുന്നത്. അവർ ഓഫീസിൽ പോകുന്നത് വരെ എനിക്ക് ആദ്യ. നിനക്ക് എന്തോ ഭാമേ പറ്റിയത്? നീ എന്തൊക്കെ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? ചോറ് കൊണ്ടുപോണ്ടെന്ന് അവര് പറഞ്ഞല്ലേ നിന്നോട്? പിന്നെ നീ എന്തിനാ അവർക്ക് കെട്ടിപ്പോഞ്ഞു കൊടുത്ത് വിടുന്നേ? അല്ല, ഇത് നീ അവരെ സ്നേഹിക്കുന്നതാണോ അതോ നീ സ്നേഹിക്കുന്നതായിട്ട് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ രാഘവേട്ട. മാറ്റങ്ങൾ ഉണ്ടാകും. അതുണ്ടാവണം. എന്നും എപ്പോഴും രാവണനായിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇനി കുറച്ചു കാലം രാമനും ആകട്ടെ. ഇതൊന്നും അല്ല ചാ, എന്തോ ഒരു കൈവശം നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ സത്യമ്മ ഇങ്ങനെ മാറില്ല. മാറ്റം ഉണ്ടാകുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഇത് നമ്മുടെ കുടുംബത്തിന് എത്രത്തോളം നല്ലതാവൂന്ന് എനിക്കറിയില്ല. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവിടെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. ശ്യാമേ, ദാ വരുന്നു. എന്റെ കൃഷ്ണ, കലികാലത്തൊരു യുദ്ധം ഉണ്ടാവുമെന്നും അത് പെണ്ണുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന യുദ്ധമായിരിക്കുമെന്നും ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടേ. ഹോ, കുറച്ച് കറിയും കൊഴിച്ച വെച്ചേ. അപ്പൊ ഇനി ദോശ ആരും കൊണ്ടുവരും? 5-6 ദോശ ഇങ്ങെടുക്കും വെച്ചേ. കറി ഇവിടെയെങ്ങും ഉള്ളതല്ല, അറിയില്ല. മോളെ, പഴംപൊരിക്കുള്ള പണി നോക്കണേ. തൊഴിലുറപ്പുകാർക്ക് 42 പഴംപൊരിയാ ചൂടോടുകൂടി പറഞ്ഞിരിക്കുന്നത്. 3:30 ചായ കൂടി. പഴംപൊരി നിന്ന് കഴിയുമ്പോഴത്തേക്ക് പോകാനുള്ള സമയമാവും. അന്നത്തെ തൊഴിലുറപ്പ് പരിപാടി അതോടെ അവസാനിക്കുകയും ചെയ്യും. ഇതൊക്കെ ആരോട് പറയാനാ? ചേച്ചി, കുറച്ച് വെള്ളം. തരാം. എനിക്ക് കുറച്ച് വെള്ളം താ.
അതെ ആ. ഉം. 110 110. എന്തോ 110? കഴിച്ചതിന്റെ കാശേ 110. ഹെ, കാശോ? കാശൊന്നും എന്റെ കയ്യിലില്ല. കാശൊന്നും ഇല്ലെന്നോ? എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഭക്ഷണം കഴിച്ച കാശ് തരണ്ടേ? ഞാന് ഗോപാലകൃഷ്ണന്റെ സുഹൃത്താണ്. പേര് വേലായുധൻ. പറഞ്ഞാ മതി. ആ. ഒന്ന് നിന്നേ. അതെന്ത് മര്യാദ കേടാടോ താനീ പറഞ്ഞിട്ട് പോകുന്നേ? ഗോപാലകൃഷ്ണന്റെ ആരും ആയിക്കോട്ടെ, അതിനിവിടുന്ന് ചായ കുടിച്ചതിന്റെ കാശ് കൊടുക്കേണ്ട മര്യാദ ഇല്ലേ? കൊടുക്കാൻ സൗകര്യമില്ല. താ എന്ത് ചെയ്യും? പറയടാ, താ എന്ത് ചെയ്യൂന്ന്? അതെ, നിങ്ങൾ ഗോപാലകൃഷ്ണനെ വിളിക്ക്. എനിക്ക് പറയാനുള്ളത് ഗോപാലകൃഷ്ണനോടാ. വിളിക്കേ, ഗോപാലകൃഷ്ണനെ വിളിക്ക്. ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങ് വരട്ടെ. കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല, കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വിളിക്കേ, വരട്ടെ ഗോപാലകൃഷ്ണൻ. വേലായുധന്റെ അടുത്ത് അവന്റെ കളി. ഇതേതോ കാട്ടുകൊള്ളിയാ. കാലേ ചുറ്റാൻ തന്നെ വന്നതാ. ശാരദാമ്മേ, ഗോപാലകൃഷ്ണൻ വിളിക്കേ. ഇത് ഗോപാലകൃഷ്ണൻ വന്നാലേ പറഞ്ഞൊതുക്കാൻ പറ്റൂ. അമ്മ എന്താ ഇങ്ങനെ നിക്കുന്നേ? ദാ, അമ്മ അച്ഛനൊന്ന് വിളിക്ക്. ഇങ്ങനെ ഒരാൾ വന്ന് നിക്കുന്നെന്ന് പറ. അതിനിപ്പോ എവിടെ പോയിന്ന് വെച്ചിട്ടാ വിളിക്കുക? അമ്മ എന്ന് വിളിക്ക്. എന്താ കാര്യമെന്ന് അറിയണല്ലോ. ബെല്ലടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. ഇനി ഒന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.